നമുക്കറിയാം, ഇന്ന് രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിൽ മുജാഹിദ് ദൗത്യത്തിൻ്റെ വിശിഷ്ട സേവനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും അറിവ് അനിവാര്യമാണ് എന്ന ധർമ്മസൂത്രം ആവിഷ്കരിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതുപോലെ സ്ത്രീകൾ വീടിൻ്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയും അവർ വിദ്യാഭ്യാസം നേടൽ ഹറാമാണ് എന്ന ഒരു തെറ്റായ പ്രചരണം നടത്തുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ അജ്ഞാത കാലഘട്ടത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി വെള്ളവും വളവും നൽകി വിദ്യാഭ്യാസം എന്ന ആയുധത്തിൻ്റെ ബലത്തിൽ സ്ത്രീ സമൂഹത്തിന് ശക്തി പകർന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. മാത്രമല്ല, നമ്മൾ സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങേണ്ടവരല്ല, പൊതുവേദികളിലും നേതൃസ്ഥാനങ്ങളിലും ഇന്ന് സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ സാമൂഹിക ചിന്തകളിലേക്ക് നയിച്ചതും വിദ്യാഭ്യാസ ദൗത്യത്തിലേക്ക് നയിച്ചതും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര വഴികളിൽ വേറിട്ട് നിർത്തപ്പെടാത്ത മേഖലകളിൽ ഒന്നാണ്. അതിൻ്റെ ഫലം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുമുണ്ട്. നമുക്കറിയാം, പേരെടുത്ത് പറഞ്ഞാൽ തീരാത്ത ഒട്ടേറെ മഹാരഥന്മാരുടെ പ്രയത്നഫലം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഇത്രയും വലിയ അക്ഷര വിപ്ലവവും സാമൂഹിക നവോത്ഥാന രംഗത്ത് വലിയൊരു മുന്നേറ്റവും നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് വളരെ ഭീതിയാർന്ന ഒരു അവസ്ഥയിലൂടെയാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് മാത്രമല്ല മാനവകുലം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു തിരിച്ചുപോക്കിൻ്റെ ആവശ്യകത വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും അവിടെ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്, എങ്ങോട്ടുള്ള തിരിച്ചുപോക്ക്? അതെ, അതിനുള്ള ഉത്തരമാണ് ഈ വനിതാ സമ്മേളനം. 1400 വർഷങ്ങൾക്ക് മുമ്പ് വളരെ വ്യക്തമായും കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുള്ള പ്രമാണങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ്. നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സംസ്കാരവും മോശമായ സംസാരത്തിലെ പക്വതയില്ലായ്മയും പെണ്ണിനും മണ്ണിനും പൊന്നിനും എന്തിന് സ്വന്തം അഭിമാനത്തിനും പോലും ക്ഷതമേൽക്കുന്ന കണ്ടു മടുത്ത നിത്യകാഴ്ചകൾക്ക് മുമ്പിൽ നവോത്ഥാനത്തിൻ്റെ പുതിയൊരു കാൽവെപ്പാണ് കാലം തേടുന്ന ഇസ്ലാഹി എന്നതിൻ്റെ യഥാർത്ഥ വശം. അതെ, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, മനുഷ്യനാണോ മതമാണോ അതോ അവൻ്റെ രാഷ്ട്രീയമാണോ പ്രശ്നം എന്നതിൻ്റെ ഉത്തരം പഹൽഗാം ചിത്രം കാണുന്ന ഏതൊരു ബുദ്ധിയുള്ള ഒരാൾക്കും സാധിക്കുന്നതാണ്. ഇവിടെയാണ് നമ്മൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ അനിവാര്യമായി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊരു ഒത്തുകൂടലിൻ്റെ ഒരു തികഞ്ഞ ആസൂത്രണത്തിൻ്റെ ആവശ്യകത വളരെയേറെയാണ്. നമുക്കറിയാം, വളരെ ജാഗരൂകരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാമൂഹികയും സമകാലിക യുഗത്തിൽ വളരെ വ്യക്തമായ ആശയങ്ങളോടുകൂടിയും വളച്ചൊടിക്കാത്ത തഫ്സീറോടുകൂടിയും പുതിയ കാഴ്ചകൾ, പുതിയ സ്വപ്നങ്ങൾ നാം കാണേണ്ടതുണ്ട്. അതിന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ഒരു പ്രബോധന രംഗത്ത് ഞാൻ ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ, അതായത് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നടമാടിക്കൊണ്ടിരുന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പള്ളിയിൽ കുത്തുബയിലും ഖുർആൻ ക്ലാസ്സിലും ഒക്കെ പോയിട്ട് എത്രത്തോളം ഞാൻ വിശ്വസിച്ചിരുന്നതും ഞാൻ പഠിച്ചിരുന്നതും മുഴുവൻ തെറ്റായിരുന്നു എന്നുള്ളതൊക്കെ ഇതുപോലെയുള്ള പ്രബോധന പരിപാടികളിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രബോധനങ്ങൾ നമ്മൾ ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടുന്നതല്ല. നമ്മുടെ മരണം വരെ നമ്മുടെ ആളുകൾക്ക്, എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള പ്രബോധനങ്ങൾ വളരെ ഉത്തമ ഉദാഹരണമാണ്. അതിന് തന്നെയാണ് ഇന്ന് ഇവിടെ ഈ വെളിച്ചം നഗരം സാക്ഷിയാവാൻ പോകുന്നതും. അതെ, ഇത് കാലത്തിൻ്റെ അനിവാര്യതയാണ്, നവോത്ഥാനത്തിൻ്റെ പുതിയ ചവിട്ടുപടിയാണ്, കാലം തേടുന്ന പുതിയ പാതയാണ്. ലക്ഷ്യം മുന്നിലുണ്ടെങ്കിൽ മാർഗം വഴിയെ തെളിയും. ആത്മാർത്ഥമായ ഈമാനയോടുകൂടിയുള്ള കഠിനോദ്ധാനമാണ് നമുക്ക് ആദ്യം പ്രസരിച്ചു വരേണ്ടത്. ഇസ്ലാം അതൊരു വസ്ത്രമല്ല ധരിക്കാൻ, അതൊരു നിലപാടാണ്. അത് സ്വീകരിക്കുകയും അത് ജീവിതത്തിലേക്ക് പ്രയോഗപ്പെടുത്തുകയും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ വനിതാ സമ്മേളനം നന്മയുടെ പാതയിൽ ഈ സമൂഹത്തിന് പുതിയൊരു മാറ്റം, ഉജ്ജ്വലമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന നിറഞ്ഞ പ്രാർത്ഥനയോടെ ഏകനായ ആരാധ്യൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ മഹത്തായ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും.